എല്ലാ കൂട്ടുകാരെയും വെറൈറ്റി ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരു മസാല മുട്ട പുഴുങ്ങിയത് ഉണ്ടാക്കി നോക്കിയാലോ. അതിന് ഏകദേശം 5ഓളം മുട്ട എടുത്തിട്ടുണ്ട്, കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അത് ശകലം ഉപ്പും കൂടെ ചേർത്ത് പുഴുങ്ങി മാറ്റി വെച്ചിരിക്കുകയാണ്. അതിനുശേഷം ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു 15ഓളം ചെറിയ ഉള്ളി ഇടുക. ചെറിയ ഉള്ളി വഴറ്റി അതിൻ്റെ കളറ് ബ്രൗൺ കളർ ആകുമ്പോഴത്തേന് നമ്മൾ ഒരു 10ഓളം വറ്റൽമുളക് ഇടുക. ഒന്നിച്ചിടുകയാണെങ്കിൽ വറ്റൽമുളക് കരിഞ്ഞു പോകും. ഉള്ളി ഏകദേശം വഴന്ന് വരുമ്പോഴത്തേന് കരിഞ്ഞു പോകും. അതിനാണ് അത് അതിൻ്റെ ബ്രൗൺ കളറായി വരുമ്പോഴത്തേന് കൂടെ ചേർക്കുന്നത്. അതിനുശേഷം 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അത് തണുത്ത് കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ആ കൂടെ കുറച്ച് മല്ലിയില, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് അത് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുക. ഇതാണ് അതിൻ്റെ പരുവം. ഈ രീതിയിൽ അത് അരച്ചെടുക്കുക. വെള്ളം ചേർത്താൽ അത് നീണ്ടു പോകും. നമ്മൾ മുട്ടയിൽ ചേർക്കുമ്പോഴത്തേന് മുട്ടയിൽ അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നിൽക്കത്തില്ല. അതുകൊണ്ട് ആ പരുവത്തിലേ അത് ചതച്ചെടുക്കാവുള്ളൂ. അതിനുശേഷം നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഇതുപോലെ മുറിച്ചെടുക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഇതെല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല മുട്ടയിലേക്ക് ചേർത്തിട്ട് അതിൻ്റെ ഒരു പാതിയും കൂടെ വെച്ചിട്ട് ഒന്ന് കഴിച്ച് നോക്കിക്കേ. അപാര ടേസ്റ്റാണ് ഇതുപോലെ ചെയ്ത് എടുക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ പരുവത്തിൽ ചെയ്തെടുത്തിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.